അഭിലാഷ് എന്നോടൊപ്പം അന്ന് ഈ സംഭവം നടക്കുമ്പോൾ വയനാട്ടിലെ മാധ്യമപ്രവർത്തകനായിരുന്ന MK രാംദാസ് ചേരുന്നു. ഈ ഒരു കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായി കിട്ടിയ വിവരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് വിലയിരുത്തപ്പെട്ടിരുന്ന വിനോദിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസുകാരൻ വിനോദിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ ശിക്ഷിക്കപ്പെടാൻ ഈ ഒരു ഗ്രൂപ്പിൽ ആരും പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കൂട്ടത്തിൽ ബന്ദിയാക്കപ്പെട്ട ഒരു പോലീസുകാരൻ്റെ അതിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളൊക്കെയാണ് 4 പേരെ ഈ സംഘത്തിലെ 4 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയ ഒരു കാര്യം. എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ 4 പേരാണ് ഏതാണ്ട് 10-35ഓളം ആളുകൾ കുറ്റവിമുക്തരാക്കപ്പെട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ സാധാരണ ഒരു കേസിന്റെ രീതിയിൽ നമ്മൾ ഇതിനെ നമ്മൾ വിശകലനം ചെയ്യാൻ കഴിയില്ല. കാരണം ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യരാണ് ഇതിൽ പ്രതികളാക്കപ്പെട്ടിരുന്ന ഭൂരിഭാഗവും മുഴുവൻ ആളുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരിൽ ഏതാണ്ട് 10ഓളം പ്രതികളായിട്ടുള്ള ആളുകൾ 15ഓളം പേര് മരണപ്പെട്ടു. പിന്നെയുള്ള ആളുകൾക്ക് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് കേസ് എന്ന് പോലും ഇപ്പോഴും ഈ ഇത്രയും കാലം ഈ വിചാരണയുടെ ഭാഗമായി നടന്നിട്ട് പോലും മനസ്സിലാകാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം. പിന്നെ ഈ കേസിൻ്റെ ഒരു നാൾ വഴിയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇതിനൊന്നും പിന്നെ ആർക്കും പ്രാധാന്യമില്ലാതായി മാറി എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഈ പറയുന്ന